ഇന്ന് ലോക പാമ്പ് ദിനം. സങ്കീർണമായ ഘട്ടങ്ങളിലും അനായാസമായി പാമ്പുകളെ പിടികൂടി സമൂഹമാധ്യമങ്ങളിലടക്കം വൈറലായ ഒരു ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയ്ക്ക് പാമ്പുകളുടെ അതിജീവനം അനിവാര്യമെന്നാണ് ഡോക്ടർ റോഷ്നി GS പറയുന്നത്. മിഥുൻ അയ്യപ്പൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമസ്തേ. ഇന്ന് ലോക പാമ്പ് ദിനം. പാമ്പുകൾ നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക്, നമ്മുടെ പ്രകൃതിക്ക് എത്രത്തോളം അനിവാര്യമായ ഘടകങ്ങളാണ് എന്ന് നമുക്കറിയാം. ഒപ്പം തന്നെ മനുഷ്യജീവന് പലപ്പോഴും ഭീഷണിയാവുന്ന തരത്തിലേക്ക് പാമ്പുകൾ എത്തുന്നുമുണ്ട്. ഇതൊരു സന്തുലിതമായി കൊണ്ടുപോകേണ്ട ഒരു വസ്തുത കൂടിയാണ്. ഇന്ന് നമ്മോടൊപ്പം ഈ പാമ്പ് ദിനത്തിൽ, ലോക പാമ്പ് ദിനത്തിൽ നമ്മോടൊപ്പം ഉള്ളത് അടുത്തിടെ വൈറലായിട്ടുള്ള ഒരു രാജവെമ്പാലയെല്ലാം പിടിക്കുന്ന ഒരു വനിതാ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ എന്നുള്ളതിലേക്ക് വൈറലായിട്ടുള്ള ഡോക്ടർ റോഷ്നി GS ആണ് നമ്മോടൊപ്പം ഉള്ളത്. മാഡം, സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ രാജവെമ്പാലയും മറ്റുമെല്ലാം പിടിക്കുന്നവരെ ഒരു വീരപരിവേഷമുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ അവരൊന്ന് ആഘോഷിക്കപ്പെടാറുമുണ്ട്. പക്ഷെ ഒരു വനിതാ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ അത് പിടിക്കുക എന്നുള്ള കാഴ്ച മലയാളികളെ സംബന്ധിച്ചോളം ആദ്യമായിരുന്നു. എങ്ങനെയാണ് എക്സ്പീരിയൻസ്? ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. എന്റെയും ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. ശരിക്കും നമ്മൾ സ്നേക്ക് റെസ്ക്യൂ ചെയ്യുന്ന എല്ലാവരുടെയും ഒരു താല്പര്യമാണ് കിങ് കോബ്രയെ റെസ്ക്യൂ ചെയ്യാന്നുള്ളത്. ഭയങ്കര സന്തോഷമുണ്ട്. അത് ലോകം മുഴുവൻ ഏറ്റെടുത്തതാണ് അതിലും വലിയ സന്തോഷം. കാരണം സ്ത്രീകളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മളെ മാറ്റി നിർത്തുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യമാണെന്ന് തോന്നുന്നത് ഇത്. പക്ഷേ നമ്മളിപ്പോ ഒത്തിരി പേര് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, ഒരുപാട് പേര് വരുന്നുണ്ട്. എല്ലാവരും വരണം എന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ അതില് ആദ്യത്തെ ഒരാളായി മാറാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഒരു തന്നെയാണല്ലേ ഈ രാജവെമ്പാലയെ പിടിക്കുക എന്ന് പറയുന്നത്. കാരണം ഒരു കിങ് തന്നെയാണ്. അതെ 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 കിങ് കോബ്ര എന്ന് പറയുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, അത്രയും വലിയ പാമ്പാണ്. കാരണം എന്താണ്, ലോകത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ വിഷപ്പാമ്പാണ് കിങ് കോബ്ര എന്ന് പറയുന്നത്. അത്രയും സൈസ് ഉണ്ട്, അത്രയും വെനമസ് ആണ്, ഹൈലി വെനമസ് ആണ്. നമുക്ക് ബൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ മരിച്ചു പോവും. ആന്റിവെനം ഇന്ത്യയിൽ ലഭ്യമല്ല. അപ്പോൾ അത്രയും ഇതായിട്ടുള്ള ഒരാളിനെ റെസ്ക്യൂ ചെയ്യുക എന്ന് പറയുന്നത് ഞാനല്ല, നമ്മുടെ ഏത് വോളണ്ടിയേഴ്സിനായാലും ആര് റെസ്ക്യൂ ചെയ്താലും അത്രയും ഹൈലി റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് എന്തുവാണ്, നമ്മുടെ വനം വകുപ്പിന്റെ തന്നെ സർപ്പ എന്ന ആപ്പിലൂടെ ശാസ്ത്രീയമായ ഞങ്ങളുടെ രീതിയിലൂടെ വളരെ സേഫായിട്ട് വളരെ വേഗത്തിൽ റെസ്ക്യൂ ചെയ്ത് ഞങ്ങൾ റിലീസും ചെയ്തു. അത് കഴിഞ്ഞത് വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു. ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്ക് നമുക്ക് ഈ മനുഷ്യ വന്യജീവി സംഘർഷമൊക്കെ കൈകാര്യം ചെയ്യുന്നുണ്ടാവുമല്ലോ. ഇപ്പോൾ ആനയും പുലിയും എല്ലാം ഇറങ്ങി ഉണ്ടാകുന്ന അപകടങ്ങളെക്കാൾ കൂടുതൽ ഈ പാമ്പെന്നുള്ള ജീവി മനുഷ്യർക്ക് ഭീഷണിയാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു അനിവാര്യമാണ്. ഒരുപക്ഷെ മനുഷ്യനും മറ്റു മൃഗങ്ങളെ അപേക്ഷിച്ച് ഒരുമിച്ച് സഹവസിക്കുന്ന ഒരിടമായതുകൊണ്ടായിരിക്കാം അത്തരമുള്ള സാധ്യതകൾ കൂടുതൽ. നമുക്കിത് എങ്ങനെ അതിജീവിക്കാൻ കഴിയും ഈ ഒരു ഭീഷണിയെ? പാമ്പ് എന്ന് പറയുന്നത് വളരെയധികം പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഒരു ജീവി, നമ്മുടെ എന്താണ് ഭക്ഷ്യ ശൃംഖലയിലെ തന്നെ ഒരു അംഗമാണ് പാമ്പ് എന്ന് പറയുന്നത്. പക്ഷേ പണ്ട് മുതലേ ഒരു വീരപരിവേഷം നൽകി എന്താണ്, കാണുമ്പോൾ പേടിയും അറപ്പുമുള്ള ഒരു ജീവിയായിട്ട് നമ്മൾ മാറ്റി നിർത്തിയിരിക്കുകയാണ് പാമ്പുകളെ. പക്ഷേ ശരിയാണ്, പാമ്പിന് നമുക്ക് വെനമസ് ആയിട്ടുള്ള സ്നേക്സ് ഉണ്ട്. ബൈറ്റ് ഉണ്ടായാൽ നമുക്ക് നമ്മുടെ ജീവന് അപകടമാണ്. പക്ഷേ പാമ്പ് കടിയേറ്റുള്ള മരണം മുൻപുള്ളതിനേക്കാൾ വളരെ കുറഞ്ഞു വരുന്നുണ്ട്. നമ്മുടെ വനം വകുപ്പിന്റെ തന്നെ കൃത്യമായ ഇടപെടലിലൂടെ സർപ്പയിലൂടെ ഞങ്ങൾ ഒത്തിരി വോളണ്ടിയേഴ്സിനെ നിർത്തുന്നുണ്ട്. എല്ലാ ജില്ലയിലും ഒരുപാട് വോളണ്ടിയേഴ്സ് ഉണ്ട്. പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ എത്രയും വേഗം വിളിച്ചറിയിച്ചാൽ അതിനെ റെസ്ക്യൂ ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനിയിപ്പോ രാജവെമ്പാല ഒരു സ്വപ്നമാണെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ നമുക്കറിയാം ഈ വെള്ളിക്കട്ടം പോലുള്ള പാമ്പുകൾ, അതുപോലെ അണലി പോലുള്ള പാമ്പുകളൊക്കെ അപകടകാരികളാണ്. ഇനി എങ്ങനെയാണ്, ഏതെങ്കിലും സ്വപ്നമുണ്ടോ ഇങ്ങനെ റെസ്ക്യൂ ചെയ്യണം എന്നുള്ള രീതിയിൽ? ഞാൻ എല്ലാവരെയും റെസ്ക്യൂ ചെയ്തു. അത്യാവശ്യം നമ്മുടെ ബിഗ് ഫോറിലുള്ളവരെയും, പിന്നെ ഉള്ളത് കിങ് കോബ്രയാണ്. കിങ് കോബ്രയും റെസ്ക്യൂ ചെയ്തു. പിന്നെ നോൺ വെനമസ് ആയിട്ടുള്ളതെല്ലാം അത്യാവശ്യം തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരുവിധപ്പെട്ട എല്ലാത്തിനെയും റെസ്ക്യൂ. സിമ്പിൾ ആയിട്ടാണല്ലോ ചാക്കിലാക്കുന്നത്. അത് നമുക്ക് അതിനോടുള്ള ഇഷ്ടമാണ്. നമുക്ക് ഇഷ്ടമുള്ള ഒരാളെ ഹഗ് ചെയ്യാൻ നമുക്ക് ഇഷ്ടമായിരിക്കും, അയാളെ തൊടാൻ നമുക്ക് ഇഷ്ടമായിരിക്കും. അതുപോലെ തന്നെയാണ് നമുക്ക് ഒരു പാമ്പിനെ കാണുമ്പോൾ ആദ്യമേ പറയുന്നത് പേടി, അറപ്പ്. ഇത് കഴിഞ്ഞ് ഇങ്ങനെ വിചാരിച്ചാൽ നമുക്ക് ഒരിക്കലും അതിനെ തൊടാൻ തോന്നൂല. അത് പാമ്പല്ല, ഏത് ജീവിയായാലും. എനിക്ക് അവരോട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് ഇതിൽ പറഞ്ഞ പോലെ ഞാൻ സംസാരിക്കാറുണ്ട്, അവർക്ക് മനസ്സിലാവാറില്ല. പക്ഷെ എന്റേതായ ഒരു രീതിയിൽ അതെനിക്ക് നമ്മുടെ ആ ഒരു മനസ്സിൽ നിന്ന് വരുന്നതാണ്, സ്നേഹം കൊണ്ട് വരുന്നതാണ്. അപ്പോൾ എനിക്ക് അവരോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കത് വളരെ ഈസി ആയിട്ട് തോന്നാറുണ്ട്. കാവുകളൊക്കെ ഇപ്പൊ ഒരു പരിധിവരെയൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ കാവുകളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് വനം വകുപ്പ് തന്നെ മുൻകൈ എടുക്കുന്നുണ്ട്.
ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഒരു മിത്താണ് ശരിക്കും. എന്തുവാണ്, നാഗങ്ങളെ നമ്മള് പ്രത്യക്ഷത്തിൽ കാണുന്ന ഹിന്ദു സംസ്കാരത്തില് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ദൈവം എന്ന് പറയുന്ന പാമ്പ് മാത്രമേ ഉള്ളൂ, നാഗങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ ആരെയും നമുക്ക് കൃത്യമായി ഈ രൂപമാണെന്ന് നമ്മുടെ സങ്കല്പം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ആരാധിക്കുന്ന ആളിനെ പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നത് നാഗങ്ങളാണ്. അപ്പൊ അമ്പലത്തിൽ പോയി അവയെ പൂജിച്ച് നമ്മൾ ഐലി നടത്താറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. അപ്പൊ ഇതെല്ലാം ചെയ്തിട്ട് പുറത്തു വന്ന് തല്ലിക്കൊല്ലുന്നു എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരിക്കലും ലോജിക്ക് വരാത്തൊരു കാര്യമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒത്തിരി മാറ്റം ഇപ്പോൾ വരുന്നുണ്ട്. പാമ്പുകളെ ആ തല്ലിക്കൊല്ലുന്ന ഒരു രീതി ഒരുപാട് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ചും നമ്മൾ സംരക്ഷിക്കപ്പെടുന്ന ജീവിയാണ് പാമ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ഷെഡ്യൂളിൽ വരുന്നതാണ്. അതിനെ ഉറപ്പായിട്ടും അതിനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ നമ്മുടെ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ അപ്പൊ അവർ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവന് ഇതില്ലേ എന്നാണ് ചോദിക്കുന്നത്. ഉറപ്പായിട്ടും ഉണ്ട്. ഇത് രണ്ടും പ്രകൃതിയുടെ അവകാശികളാണ്. നമ്മുടെ ഇവിടെ ജീവിക്കാനുള്ള അവകാശം രണ്ടുപേർക്കും ഉണ്ട്, തുല്യമായ അവകാശമാണ്. പക്ഷെ നമ്മൾ അവരെ ഉപദ്രവിക്കുമ്പോഴാണ് ശരിക്കും അവര് തിരിച്ച് നമ്മളോട് ആ ഒരു രീതി കാണിക്കുന്നത്. ഒരു ബൈറ്റ് കേസുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പലപ്പോഴും ആശുപത്രിയിൽ എത്തിച്ചിട്ടും മരണം സംഭവിച്ചു എന്നുള്ള ചില കേസുകൾ ഉണ്ടാവാറുണ്ട്. ആശുപത്രി എത്തിക്കുന്നതിന് മുമ്പേ മരണം സംഭവിച്ചു. നമ്മുടെ ആശുപത്രികൾ എത്രത്തോളം ഈ ആന്റിവനം അതെത്രത്തോളം സജ്ജമാണ്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായി കഴിഞ്ഞാൽ ഏത് ആശുപത്രിയെ സമീപിക്കണം എന്നൊക്കെ എങ്ങനെയാണ് ഒരു സാധാരണക്കാരൻ അറിയുക? അത്യാവശ്യം നമുക്കിപ്പോൾ എല്ലാ ഹോസ്പിറ്റൽസിലും കൊടുക്കുന്നുണ്ട് ആന്റിവെനം. നമുക്ക് എല്ലാ ജില്ലയിലും പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉൾപ്പെടെ സർക്കാർ ആശുപത്രികളിൽ ഉൾപ്പെടെ നമ്മുടെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളിലെല്ലാം ആന്റിവെനം കൊടുക്കുന്നുണ്ട്. ഇനി അതല്ലാതെ കുറച്ചുകൂടി സജ്ജമാക്കാനുള്ള എല്ലാ ഇതും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിതിൽ കുറേ ഇത് വരുന്നതെന്ന് പറഞ്ഞാല് കുറച്ച് ആൾക്കാർ ഇപ്പോഴും ആ പഴയ ഒരു രീതി കൈക്കൊള്ളുന്ന ആൾക്കാരാ. നമുക്ക് വിഷാരികളുടെ അടുത്ത് അല്ലെങ്കിൽ വിഷം എടുക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ പോകുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അതെ, അതുപോലെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ആ മുഴുവനായിട്ടും ആ രീതി മാറിയിട്ടില്ല, പലയിടത്തും ഉണ്ട്. പിന്നെ പാമ്പ് കടിച്ചാൽ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാതെ അതിന് അവരുടേതായ കുറെ ചികിത്സകൾ അവർ ചെയ്യുന്നുണ്ട്. മീൻസ് കെട്ടിവെക്കുക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ലാഗ് ആവുന്നുണ്ട്, താമസം വരുന്നുണ്ട്. അപ്പോൾ എത്തിപ്പെടാനുള്ള ആ സമയം അതെന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമുക്ക് ഒരു പാമ്പ് കടി ഉണ്ടായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആസ് ഏർലി ആസ് പോസിബിൾ നമ്മൾ വേറെ ഒന്നും അതിൽ നോക്കരുത്. ആളിനെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കുക, എത്രയും പെട്ടെന്ന് ആന്റിവെനം കൊടുക്കുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിക്കുക. ഉറപ്പായിട്ട് അയാൾക്കൊന്നും സംഭവിക്കില്ല. പക്ഷെ നമ്മളിതിൽ എത്രത്തോളം താമസം വരുത്തുന്നോ അത്രത്തോളം ജീവൻ അപകടം ഉണ്ടാവും. എന്തായാലും നന്ദി ഈ ദിനത്തിൽ നമ്മോട് കൂടിയതിന്. ഏതായാലും ഒരു സന്തുലിതാവസ്ഥ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്കും പ്രകൃതിക്കുമെല്ലാം ഒരു നിലനിൽപ്പുള്ളൂ. മിഥുൻ അയ്യപ്പൻ, ജനം, കോട്ടയം.